ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശിവൻ അബോധാവസ്ഥയിൽ ശാലിനിയുടെയും മക്കളുടെയും പേരുകൾ പറയുന്നത് കേട്ട് ഞെട്ടലോടെ ശാലിനി നോക്കുന്നു. അതിനുശേഷം പ്രകാശിനോട് ശാലിനി ഇനി ശിവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അന്വേഷിച്ചു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ലെന്നും മെഡിസിൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ശാലിനിയോട് പ്രകാശ് പറഞ്ഞത്. എന്നാൽ താൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ശാലിനി യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഇതിനിടയിൽ കാറിനരികിലേക്ക് ശാലിനി ചെല്ലുമ്പോഴും ശിവൻ ശാലിനിയുടെയും കുട്ടികളുടെയും പേര് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രകാശ് ശിവനെ പരിശോധിക്കുകയും ശിവന് വേണ്ട ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്തു. ശാലിനി വേഗം തന്നെ കാറെടുത്ത് അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം സത്യാമ്മ രാവിലെ പത്രമൊക്കെ വായിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴാണ് കുട്ടികൾ രണ്ടുപേരും ഉറക്കമുണർന്നത്. പപ്പി മയക്കം വിട്ട് എഴുന്നേക്കാത്തത് കണ്ട് സത്യ വേഗം തന്നെ കണ്ണു തുറന്ന് നാലുപാടും നോക്കി. അവിടെയെങ്ങും തന്നെ അമ്മയെ കാണാത്തത് കൊണ്ട് സത്യക്കാകെ സംശയമായി. സത്യ അവിടെ നിന്ന് അമ്മയമ്മയെന്ന് ഉറക്കെ വിളിച്ചിട്ടും ശാലിനി അവിടേക്ക് വരാത്തത് കണ്ട് സത്യക്കാകെ സംശയം തോന്നുകയും സത്യ വേഗം തന്നെ പപ്പയെ വിളിച്ചുണർത്തി, പപ്പി പപ്പി ഇങ്ങ് എഴുന്നേറ്റേ എന്ന് ചോദിച്ചിട്ടും എന്താ സത്യേ എന്ന് പപ്പി ചോദിച്ചപ്പോഴേക്കും അമ്മ അമ്മ എവിടെയെങ്കിലും കാണുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ പുറത്തെവിടെയെങ്കിലും ഉണ്ടാകും, അമ്മ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ എണീക്കാതെ അമ്മ പോവില്ല, നീ ഇങ്ങ് എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം പപ്പിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പപ്പി എഴുന്നേറ്റതും സത്യയും പപ്പിയും കൂടി എവിടേക്കാണ് അമ്മ പോയതെന്ന് അന്വേഷിച്ച് അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പൊന്നി അവിടെയുള്ള ഫർണിച്ചറൊക്കെ തൂത്ത് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് എത്തിയ കുട്ടികൾ പൊന്നിയോട് അമ്മയെ കണ്ടോ എന്ന് അന്വേഷിച്ചു. അതിന് ശാലിനി കുഞ്ഞ് ഇങ്ങോട്ട് എണീറ്റ് വന്നില്ലല്ലോ, നിങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, അമ്മ എവിടെയെങ്കിലും കണ്ടില്ല എന്ന് സത്യ സങ്കടത്തോടെ പപ്പിയും പൊന്നിയോട് പറഞ്ഞു. മുകളിലില്ലേ എന്ന് പൊന്നി വീണ്ടും ചോദിച്ചപ്പോഴേക്കും അവിടെയെങ്ങും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ, സത്യമ്മയോട് ചോദിച്ചു നോക്ക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സിറ്റൗട്ടിലേക്ക് എത്തി സത്യയും പപ്പിയും ശാലിനിയെ അന്വേഷിക്കുകയാണ്. അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന സത്യാമ്മ ചോദിച്ചു, എന്തു പറ്റി രണ്ടുപേരും നേരെ എന്തെങ്കിലും പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പപ്പി അരികിലേക്ക് എത്തി സത്യയും പപ്പിയും കൂടി സത്യഭാമയോട് പറഞ്ഞു, സത്യാമ്മേ അമ്മയെ കാണുന്നില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മ എവിടെയെങ്കിലും ഇല്ല എന്ന് സങ്കടത്തോടെ കുട്ടികൾ പറഞ്ഞപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, അമ്മ മുകളിൽ എവിടെയെങ്കിലും കാണും, അമ്മയല്ലേ ബാത്റൂമിൽ പോയിട്ടുണ്ടാവും, മക്കള് പോയി വേഗം മുഖമൊക്കെ കഴുകി ബാത്റൂമിലൊക്കെ പോയിട്ട് വാ എന്ന് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് കുട്ടികൾ രണ്ടുപേരും കൂടി മുകളിലേക്ക് ഓടിപ്പോയി. ഈ സമയത്ത് പൊന്നി വേഗം തന്നെ സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് ശാലിനി കുഞ്ഞിനെ എവിടെയെങ്കിലും കാണുന്നില്ല എന്നതായിരുന്നു പൊന്നിയുടെ മറുപടി. ഉടനെ സത്യാമ്മ ചോദിച്ചു, ശാലിനിയെ കാണുന്നില്ലല്ലോ, എവിടെ പോയി ഇത്ര രാവിലെ, ആരോടും പറയാതെ പോയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്നലെ ശാലിനി കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആരോടും പറയാതെ ശാലിനി എവിടെയും പോയില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എന്ന് പൊന്നിയോട് പറഞ്ഞ് സത്യാമ്മ വേഗം ശാലിനിയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശാലിനി കാറുമായി മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. സംശയത്തോടെ രണ്ടുപേരും നോക്കിയപ്പോൾ ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനെ ശാലിനിയെ വിളിക്കാൻ തുടങ്ങിയ സത്യഭാമ കോള് കണക്ട് ചെയ്യാതെ കോള് വിളിക്കാതെ വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്നതും ശാലിനി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്ന കണ്ടപ്പോഴേക്കും സത്യാമ്മ വിളിച്ചു, ശാലിനി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞതും എന്താ സത്യാമ്മേ എന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി എവിടെ പോയതായിരുന്നോ എന്ന് ചോദിച്ചിട്ടും പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പുറത്തു പോകുന്ന ആവശ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യാമ്മയോട് ശാലിനി പറഞ്ഞു, ഇന്നലെ രാത്രി ശിവന് പനി വല്ലാതെ കൂടുതലായി എന്ന് ചോദിച്ചപ്പോഴേക്കും എന്ന് പറഞ്ഞതും സത്യാമ്മ ചോദിച്ചു, അതിനിപ്പോ എന്താ, ശിവൻ താമസിക്കുന്നത് അയൽക്കാരും അടുത്തില്ലാത്ത സ്ഥലത്തു വല്ല ആണോ, അല്ല ശിവന്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആളുകളില്ലേ കൂടെ, അതോ ശാലിനി നീ പോകേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇന്നലെ ചെന്നില്ലായിരുന്നെങ്കിൽ അപ്പോൾ മരണം സംഭവിക്കുന്ന അവസ്ഥയിലായിരുന്നു ശിവൻ, അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് എത്തിയത് എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ശാലിനി നീ എൻ്റെ മകന്റെ ഭാര്യയാണ്, എൻ്റെ മരിക്കാത്ത എൻ്റെ മോൻ്റെ ഭാര്യ, അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെയുള്ളപ്പോൾ നീ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം എല്ലാവരും അന്വേഷിക്കും, ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് കൈ തമ്മിൽ കൂട്ടിയടിക്കുമ്പോഴേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി പറഞ്ഞു, സത്യമേ ഞാൻ അല്പം മനുഷ്യത്വത്തിന്റെ പേരിൽ ചെന്നതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല, ശിവന് ഇന്നലെ അതുപോലെ ക്രിട്ടിക്കലായിരുന്നു, ഇവിടുത്തെ ഡ്രൈവറാണല്ലോ ശിവൻ, അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥ അറിഞ്ഞപ്പോൾ പോകാതിരിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞതും സത്യാമ്മ ചാടി എന്നിട്ട് പറഞ്ഞു, അതെ ശിവൻ ഇവിടുത്തെ ഡ്രൈവർ മാത്രമാണ്, വെറും ഒരു ജോലിക്കാരൻ, അത് മറക്കണ്ട, ആ ഒരു സ്ഥാനം നൽകിയാൽ മതി, നീ എൻ്റെ മരുമകളാണ്, എൻ്റെ മരിക്കാത്ത എൻ്റെ മകൻ്റെ ഭാര്യ,
അതിനപ്പുറമുള്ള ഒരു ചിന്തകളൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞ് സത്യാമ്മ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനി ആകെ വേദനയോടെ നോക്കി നിന്നു. പൊന്നി ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാനോ ശാലിനിയുടെ നാവിൽ നിന്ന് ഒന്നും കേൾക്കാനോ നിൽക്കാതെ പൊന്നിയും അകത്തേക്ക് കയറിപ്പോയി. ശാലിനി ആകെ തളർന്ന അവസ്ഥയിൽ ആ ചാവടിയിൽ അങ്ങനെ ഇരുന്നു. അതിനുശേഷം ഗോപാലകൃഷ്ണൻ രാവിലെ ഉണർന്നതും ഇനി ശ്യാമ എഴുന്നേറ്റ് വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി രാവിലെ തന്നെ അവരെ ഇവിടുന്ന് പറഞ്ഞയച്ചേക്കാമെന്ന ചിന്തയോടെ കട തുറക്കുന്നതിന് മുമ്പ് അവരെ എവിടേക്കെങ്കിലും മാറ്റാമെന്ന് ചിന്തിച്ച് ഗോപാലകൃഷ്ണൻ പുറത്തിറങ്ങി നിന്നപ്പോഴേക്കും ശാന്തേച്ചി അവിടേക്ക് എത്തി. എന്താ ഗോപാലേട്ടാ, ഗോപാലേട്ടൻ എന്തെങ്കിലും ആലോചിച്ച് വെക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അല്ല അവിടെ ശാലിനി കൊണ്ടുവന്ന് താമസിപ്പിച്ചവരുണ്ടല്ലോ, അവരെ ആ ഹോട്ടലിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റി നിർത്താമെന്ന് ആലോചിച്ചിട്ടാ. ഇനി ശ്യാമയല്ലേ വന്നിട്ട് അതിന്റെ പേരിൽ കിടന്ന് ബഹളം ഉണ്ടാക്കും, അതാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ശാന്തയും കൂടി വേഗം അകത്തേക്ക് കയറി അവിടെ എല്ലായിടത്തും നോക്കി. അവിടെ എങ്ങും തന്നെ അവരെ ആരെയും കാണാത്തത് കൊണ്ട് അവരുടെ പൊടി പോലും ഇവിടെ കാണുന്നില്ലല്ലോ, അവരിതെവിടെ പോയി എന്ന് സംശയപ്പെട്ട് ഗോപാലകൃഷ്ണൻ ശാന്തയും നിൽക്കുമ്പോഴേക്കും രോഹിത് അവിടേക്ക് എത്തി. എന്താ അച്ഛാ എന്ന് രോഹിത് വന്ന് അന്വേഷിച്ചപ്പോഴേക്കും, അതെ, അവരെ ആരെയും ഇവിടെ കാണുന്നില്ല, രാവിലെ അവിടെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് ഓർത്ത് വന്നതാ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നാലെ എത്തിയ ശ്യാമയെ കണ്ടിട്ട് രോഹിത് പറഞ്ഞു, ഇന്നലെ അവരുടെ നേരെയുള്ളവളുടെ പ്രകടനം അങ്ങനെയായിരുന്നല്ലോ, ആ അല്പം പോലും മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണല്ലോ ഇവൾ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തത്. അപ്പോ മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളും അതൊന്നും കേട്ടു നിന്ന് വരില്ല, അതും ഇതുപോലെ സാധുക്കളായ അവര് എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഓ അവറ്റകള് പോയല്ലോ, അത്രയും വലിയ കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ശ്യാമേ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെടുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ശാന്തയോട് പറഞ്ഞു, ശാന്ത ജോലി തുടങ്ങിക്കോ, ഞാനേ ഇവിടെ എല്ലാം ഒന്ന് തൂക്കട്ടെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അപ്പുറത്തേക്ക് മാറിയപ്പോഴേക്കും ശ്യാമയോ രോഹിത്തിനോട് പറഞ്ഞു, എന്തായാലും അവറ്റകൾ പോയത് എന്തുകൊണ്ടും നന്നായി, അല്ലെങ്കിലും ഈ വയ്യാവേലികളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താ എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു, ശ്യാമേ നിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതെ മനുഷ്യരായിട്ട് ജനിച്ചാൽ പോരാ, അല്പം മനുഷ്യത്വവും കരുണയൊക്കെ മനസ്സിൽ വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, അല്ല ഒന്നും മനസ്സിലാകാത്തവളും ഒന്നിനും കൊള്ളാത്തവളും ഞാൻ മാത്രമാണല്ലോ, പ്രസവിക്കാൻ പോലും കഴിവില്ലാത്തവൾ അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ രോഹിത് ശ്യാമയോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ഉടനെ ഗോപാലകൃഷ്ണൻ അവിടേക്ക് എത്തി. അച്ഛൻ കേട്ടില്ലേ ഇവള് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വിട്ടേക്ക് എന്റെ മോനെ, ഇനി ഇതിന്റെ പേര് നിങ്ങൾ രണ്ടുപേരും കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട, എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നവർ പോയില്ലേ, ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ അവിടെ ഇറങ്ങുമ്പോഴേക്കും രോഹിത് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ശ്യാമയോട് പറഞ്ഞു, അതെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ശ്യാമേ, ഇപ്പോ നീ കാണിച്ചു കൂട്ടുന്നതിൻ്റെയൊക്കെ നീ തന്നെ അനുഭവിക്കേണ്ടി വരും, അന്ന് നിന്റെ കൂട്ടത്തിൽ അനുഭവിക്കാനോ നീ ചെയ്തു കൂട്ടുന്നതിന്റെ പാപഭാരം പേറാനോ മറ്റാരും ഉണ്ടാവുന്നു വരില്ല, നീ തന്നെ സ്വയം അനുഭവിക്കേണ്ടി വരും, അത് മറക്കണ്ട. ഇപ്പോ നീ ഇവിടെ സഹോദരങ്ങളോട് പോലും കാണിക്കുന്നത് അത്തരത്തിലൊരു പ്രവൃത്തിയാണല്ലോ, അത് എന്തായാലും അതിന്റെ തിരിച്ചടി നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. അതെ ഞാനിപ്പോ നിന്നെ പേടിച്ചിട്ടോ നിന്റെ കൂടെ ഇവിടെ നിൽക്കേണ്ട ആവശ്യം കൊണ്ടോ ഒന്നുമല്ല നീ പറയുന്നതിനൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് ഞാൻ നടിച്ചുവിടുന്നത്. അതെ ഞാൻ മൂലം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയാ, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ നിന്റെ ഈ തൻ്റെടോ ഈ സ്വഭാവ ഗുണം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് രോഹിത് ശ്യാമയോട് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അല്ലെങ്കിലും എല്ലാവർക്കും ഞാനാണല്ലോ കണ്ണിൽ പെടാത്തത്, മറ്റുള്ളവരെല്ലാവരും വളരെ തൻ്റെടത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇവിടെ കുറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ശാന്ത ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല ഗോപാലേട്ടാ അവരിത് എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അല്ല ഇത്രയും നേരമായിട്ടും അവരെവിടെയാണെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോയെന്നും അറിയില്ല, അത്രയും ഉത്തരവാദിത്തോടു കൂടി ശാലിനി ഇവിടെ കൊണ്ടുവന്ന് അവരെ വിട്ടതാണ്, ഇനി ശാലിനി വരുമ്പോൾ എന്തു പറയുമെന്ന് ഗോപാലകൃഷ്ണൻ ആശങ്കപ്പെട്ട് ശാന്തയോട് പറഞ്ഞു. അപ്പോഴാണ് ശിവൻ ഉറക്കമുണരാതെ നല്ല മയക്കത്തിൽ തന്നെ തുടരുന്നത് കണ്ട് ശിവന്റെ അരികിലേക്ക് ചന്ദ്ര എത്തി. ഈ സമയത്ത് നിർമ്മല മഹേന്ദ്രന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മഹേട്ടാ ചന്ദ്രയെ കാണുന്നില്ല, ഞാൻ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞതും മഹേന്ദ്രൻ പറഞ്ഞു, കാണുന്നില്ലെന്നോ, എടി നിർമ്മല നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവളുടെ മുറി ലോക്ക് ചെയ്യണമെന്ന്, അപ്പോൾ നീ എന്താ പറഞ്ഞത് അവൾ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല എന്നും അവള് മുറിയിൽ നിന്ന് നനങ്ങിയാൽ പോലും നീ അറിയുമെന്നും, നിന്റെ മകളോടുള്ള അമിതമായ വിശ്വാസം, നിന്റെ അമിത പ്രതീക്ഷ, അതൊക്കെ കൊണ്ടാ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വേഗം തന്നെ മഹേന്ദ്രൻ ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിച്ചു. ചന്ദ്ര ഈ സമയത്ത് ശിവന്റെ പനിക്ക് എന്തെങ്കിലും ശമനം ഉണ്ടോ എന്ന് അറിയാനായി ചെന്ന് തൊട്ടു നോക്കുമ്പോഴാണ് ചന്ദ്രയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്.
ചന്ദ്ര വേഗം തന്നെ ഫോണിനടുത്തേക്ക് ചെന്നതും മഹേന്ദ്രൻ പറഞ്ഞു, കണ്ടോ, ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിലും ഞാൻ അവളുടെ ശത്രുവാണല്ലോ. അവന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ എനിക്കിഷ്ടമില്ലാത്തവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ പിന്നെ അവളെങ്ങനെ എന്റെ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞതും പെട്ടെന്ന് ചന്ദ്ര കിച്ചണിൽ വന്ന് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ഛാ എന്ന് പറഞ്ഞതും ചന്ദ്ര, നീ ഇതെവിടെയാ എന്ന് ചോദിച്ചു. അച്ഛാ, ഞാനേ ഇവിടെ ഏട്ടന്റെ അടുത്താ. ഇന്നലെ രാത്രിയിൽ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഏട്ടന് വല്ലാതെ പനി കൂടി. ഇന്നലെ ഏട്ടന് അറ്റാക്ക് വരുന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. ഏട്ടന്റെ ജീ പനി വല്ലാതെ കൂടി വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്രകാശ് വന്നാണ് ഏട്ടനെ പരിശോധിച്ച് രക്ഷപ്പെടുത്തിയത്. കൃത്യസമയത്ത് ഇവിടേക്ക് പ്രകാശ് എത്തുകയും ചെയ്തു. ഏട്ടന് വല്ലാതെ നെഞ്ചിന് വേദന ഉണ്ടാവുകയും വല്ലാത്ത അസ്വസ്ഥതയും ഒക്കെ ആയിരുന്നു ഇന്നലെ രാത്രിയിലെല്ലാം. പനി കൂടിയ സമയത്ത് വീട്ടിൽ അച്ഛനോട് അമ്മയുടെ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ രണ്ടുപേരും വിടുവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ പറയാതിങ്ങി പോകുന്നത് എന്ന് ചന്ദ്ര പറഞ്ഞപ്പോഴേക്കും അത് കേട്ടതോടെ നിർമ്മലയ്ക്ക് വല്ലാത്ത ടെൻഷനായി. നിർമ്മല വേഗം ഫോൺ വാങ്ങിച്ച്, മോളെ, അവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ എന്താ അവനിപ്പോൾ പറ്റിയത്? അവന് എഴുന്നേറ്റോ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴേക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഏട്ടൻ മയക്കത്തിലാണെന്ന് പറഞ്ഞ് ചന്ദ്ര ഫോൺ വെച്ചു. ഉടനെ ഫോൺ കട്ടായതോടെ നിർമ്മല മഹേന്ദ്രനോട് ചോദിച്ചു, മഹേട്ടനല്ലേ അന്ന് പറഞ്ഞത് ശിവന് കുഴപ്പമൊന്നുമില്ല എന്നും അവന്റെ ഹാർട്ടിന്റെ വാൽവിന് എന്തോ പ്രശ്നമാണെന്നും അതൊക്കെ തീർന്നെന്നല്ലേ അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മഹേന്ദ്രൻ എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്താ അവൻ ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യമല്ലേ നിർമ്മല ഞാനും നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ മോൻ എന്തേലും പറ്റുമോ പറ്റുമോ മഹേട്ടാ എന്ന് ചോദിച്ച് നിർമ്മല സങ്കടപ്പെടുമ്പോഴേക്കും വേഗം മഹേന്ദ്രൻ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിക്കുന്നു. ഈ സമയത്ത് ദീപുവും അമ്മയും അച്ഛനും കൂടി വഴിയോരത്ത് അവർ 3 പേരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ദീപു അമ്മയോട് ചോദിച്ചത്, അമ്മേ, എനിക്ക് വിശക്കുന്നു, വല്ലതും കഴിക്കാൻ തരുമോ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്തെങ്കിലും വാങ്ങിക്കാം, കുറച്ചുകൂടി ഒന്ന് കഴിയട്ടടാ എന്നെല്ലാം സുധാകരൻ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അത് കേട്ട ദീപു പറഞ്ഞു, അമ്മേ, എനിക്കിന്നിന് സ്കൂളിൽ പോകാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്കൂളിലൊക്കെ പോകാം മോനെ, കുറച്ചൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് മോനെ ആശ്വസിപ്പിക്കുകയാണ് അമ്മ. അപ്പോഴേക്കും അതെല്ലാം കേട്ട് ആകെ സങ്കടത്തോടെ ദീപു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ശാലിനിയും മക്കളും കാറിൽ വരുന്നത്. പപ്പിയും സത്യയും അവിടെ ആ കടത്തിണ്ണയിൽ കിടക്കുന്ന ദീപുവിനെ അവർ കാണാനിടയായി. പെട്ടെന്ന് സത്യയും പപ്പിയും പറഞ്ഞു, ദാ ദീപു, അമ്മേ, ദാ ദീപു അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പപ്പിയും സത്യയും പറയുന്നത് കേട്ട് വിശ്വസിക്കാനാകാതെ ശാലിനി നോക്കി. ദീപുവോ എന്ന് പറഞ്ഞു. അതേ അമ്മേ, നമ്മള് ഏത് ദീപു എന്ന് സംശയത്തോടെ ശാലിനി ചോദിച്ചപ്പോഴേക്കും ഉടനെ സത്യ പറഞ്ഞു, അമ്മേ, നമ്മൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, ആ ദീപു എന്ന് പറഞ്ഞതും ശരിയാണല്ലോ എന്ന് സത്യയോട് പറഞ്ഞത് കേട്ട് പപ്പിയും പറഞ്ഞു. ഉടനെ അങ്കിളെ വണ്ടി നിർത്തുക എന്ന് അടുത്ത് രാമേട്ടനോട് കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ശരിയാ രാമേട്ട, വണ്ടി ഒന്ന് നിർത്തിക്കേ എന്ന് പറഞ്ഞു. ഏത് ഏത് ദീപിന്റെ കാര്യമാണ് മോളെ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും കാര്യം ശാലിനിക്ക് മനസ്സിലായതോടെ അവരിവിടെയോ, ഇവിടെ വരാൻ ഒരു വഴിയില്ല എന്ന് ശാലിനി സംശയപ്പെട്ട് പറയുമ്പോൾ പപ്പിയും സത്യയും ഒറ്റക്കെട്ടായി അത് ദീപ് തന്നെയാണെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ ശാലിനി സംശയത്തോടെ, എന്നാൽ ശരി, വണ്ടി അങ്ങോട്ട് റിവേഴ്സ് എടുക്കുക രാമേട്ട എന്ന് ശാലിനി പറയുമ്പോഴേക്കും അതുപോലെ തന്നെ രാമേട്ടൻ വണ്ടി റിവേഴ്സ് എടുത്തു. ഈ സമയത്ത് ശാലിനിയും കുട്ടികളും കാറിൽ നിന്ന് ഇറങ്ങിയതും ദീപുവിന്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ കടത്തിണ്ണക്കരികിലിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ശാലിനി എന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അത് പിന്നെ മേഡം, ഞങ്ങളുടെ അമ്മാവന്റെ വീട്, അകന്നൊരു അമ്മാവന്റെ വീട് ഇവിടെ അടുത്താ എന്ന് പറഞ്ഞ് ദീപുവിന്റെ അമ്മ തൽക്കാലത്തേക്ക് കാര്യങ്ങളൊന്നും മേഡത്തോട് അറിയിക്കാതിരിക്കാനായി ശ്രമിച്ചു. ഉടനെ ശാലിനി ചോദിച്ചു, അല്ല, ഇത്രയും നാളും ഇല്ലാത്ത അമ്മാവൻ ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പൊട്ടി മുളച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും സുധാകരൻ പറഞ്ഞു, മേഡം, ഞങ്ങള് പാവങ്ങളാ, അധിക നേരമൊന്നും കുത്തുവാക്കുകളും ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും കേട്ടു നിൽക്കാനുള്ള മനഃശക്തി ഞങ്ങൾക്കില്ല മേഡം എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ, നിങ്ങളിങ്ങനെ ഇറങ്ങിപ്പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് കരുതിയ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ ധൈര്യപൂർവ്വം കൊണ്ടുപോയത്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ദിവസം എന്ന് ശാലിനി അവരോട് അറിയിച്ചു. അങ്ങനെ ആ സന്തോഷ വാർത്ത അറിഞ്ഞ ആ നിമിഷത്തിൽ അവർ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ശാലിനിയെ നോക്കി. അതിനുശേഷം മഹേന്ദ്രൻ വിളിച്ചതനുസരിച്ച് ജയദേവൻ ഡോക്ടർ വീട്ടിലേക്ക് എത്തി.
മഹേന്ദ്രൻ ജയദേവനോട് ചോദിച്ചു, ഡോക്ടർ, എന്താണ് ശരിക്കും എൻ്റെ മോന് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് അവന് പനി ഉണ്ടാവുകയും അവന് അറ്റാക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്തു എന്ന് എൻ്റെ മോള് വിളിച്ചു പറഞ്ഞു. എനിക്കറിയണം എൻ്റെ മോന് ശരിക്കും എന്താ സംഭവിച്ചെന്ന്. അന്നത്തെ ആ ഓപ്പറേഷനോടുകൂടി ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ജയദേവൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് സർ. പക്ഷേ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രശ്നവും വരാതിരിക്കുമ്പോൾ ഒരു കാര്യം സാർ ശ്രദ്ധിക്കണം. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കണ്ടീഷനിൽ പോകുന്ന ആള് അവരുടെ അവസ്ഥ മനസ്സിലാക്കി വേണം അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട്. ഇവിടെ ശിവന്റെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നില്ല. ശിവന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ശിവൻ അറിയത്തില്ല. കാരണം ആ ഹാർട്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണെന്നുള്ള കാര്യം ശിവൻ അറിയില്ല. അതുകൊണ്ട് ആ ഹാർട്ടിനെ പരിചരിക്കേണ്ടതും സുരക്ഷിതമാക്കി വെക്കേണ്ട രീതി എന്താണെന്നും ശിവനോട് ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശിവൻ ഒന്നും അറിയാതെ ആ തൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാതെയാണ് ശിവൻ പെരുമാറുന്നത്. അതുകൊണ്ട് ഒന്നെങ്കിൽ പേഷ്യന്റിനോട് കാര്യങ്ങൾ പറയുക. ശിവൻ തിരിച്ചറിയണം മറ്റൊരാളുടെ ഹൃദയമാണ് തൻ്റെ ശരീരത്തിലുള്ളത് എന്ന്. ആ സത്യം ശിവൻ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ഒരു കെയറിങ് ശിവൻ ആ ഹാർട്ടിന് നൽകുകയുള്ളൂ. അത് കേട്ടതും മഹേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ഡോക്ടർ. കാരണം മറ്റൊരാളുടെ ദാനം കൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്ന് അറിഞ്ഞാൽ എൻ്റെ മകൻ ആ നിമിഷം ചിലപ്പോൾ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കും. എനിക്ക് എനിക്ക് എൻ്റെ മോനെ വേണം ഡോക്ടർ എന്ന് മഹേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഉടനെ ജയദേവൻ ഡോക്ടർ പറഞ്ഞു, എന്നാൽ പിന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റൂ സർ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച സ്ഥിതിക്ക് ഈ സത്യാവസ്ഥ അറിയുന്ന ഒരാൾ എപ്പോഴും അയാളോടൊപ്പം ഉണ്ടാകണം. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥ അറിയാവുന്ന ഒരാൾ അയാളുടെ കൂടെ ഉണ്ടാവുക. കൂടുതൽ ടെൻഷനോ ഓവറായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനോ മറ്റും അദ്ദേഹത്തെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. അങ്ങനെ ഓവറായി എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. എന്തായാലും സാറിൻ്റെ മരുമകൻ ഒരു ഡോക്ടറാണെന്നല്ലേ സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാളുടെ സഹായം തേടുന്നതായിരിക്കും എന്തുകൊണ്ട് ഉചിതമാവുക എന്ന് പറഞ്ഞപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു, അതൊരിക്കലും ശരിയാവുമെന്ന് തോന്നുന്നില്ല ഡോക്ടർ. കാരണം ഞാൻ അവനെ എൻ്റെ മരുമകനായി അംഗീകരിച്ചിട്ടില്ല. അത് ഒരിക്കലും നടന്നെന്ന് വരില്ല എന്ന് മഹേന്ദ്രൻ ഉറപ്പ് പറയുമ്പോഴേക്കും ജയദേവൻ പറഞ്ഞു, പിന്നെങ്കിൽ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സർ. ഇക്കാര്യം ശിവനെ അറിയിക്കുക. അതല്ലാതെ വേറെ യാതൊരു പോംവഴിയും ഇക്കാര്യത്തിലില്ല. പേഷ്യന്റ് സ്വയം തിരിച്ചറിയണം തൻ്റെ ശരീരത്തിലുള്ളത് മറ്റൊരാളുടെ ഹാർട്ടാണെന്നുള്ള കാര്യം. അങ്ങനെ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിന് കൃത്യമായി കൊടുക്കേണ്ട കെയർ അയാൾ എടുക്കുകയുള്ളൂ. അതാണ് ഇതിന് ഏക പോംവഴി. അല്ലാതെ മറ്റൊന്നുമില്ല സാർ എന്ന് മഹേന്ദ്രനോട് ജയദേവൻ സംസാരിച്ചു. എല്ലാം കേട്ടതോടെ മഹേന്ദ്രൻ ആകെ ടെൻഷനിലായി. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എത്രയും വേഗം കണ്ടെത്തിയേ തീരൂ. എൻ്റെ മോൻ്റെ ജീവൻ അത് ആപത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഒരു കാരണവശാലും അവനൊരാപത്തും വരരുത്. അതാണ് എൻ്റെ ലക്ഷ്യം. അവന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അവന് ആപത്തുകളൊന്നും ഉണ്ടാവരുത് എന്ന് മഹേന്ദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങ് നിന്നു. അതിനുശേഷം ശിവന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാവുന്നത് കൊണ്ട് അവനെ കൂടുതൽ ഓവർ ടെൻഷൻ ആകുന്ന കാര്യങ്ങളൊന്നും അവന്റെ മുന്നിൽ ഒരിക്കലും പറയരുത് എന്ന ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശം കൂടി ഉള്ളതുകൊണ്ട് അവനെ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വയം പൂർണ്ണമായും ഒഴിവാക്കി നിർത്തുക എന്നതായിരുന്നു പിന്നീടുള്ള മഹേന്ദ്രന്റെ ചിന്ത. അതിനെന്താണ് ഒരു പോംവഴി എന്ന് മഹേന്ദ്രൻ തലപുകഞ്ഞ് ആലോചിച്ചു. അതിനുശേഷം ശാലിനിയും ശാലിനിയും മക്കളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധവും ശാലിനിയുടെ കുടുംബത്തോടുള്ള തൻ്റെ താല്പര്യവുമൊക്കെ ശിവൻ മറ്റുള്ളവരോട് തുറന്നു പറയാറേ. എന്നാൽ ശിവന്റെ അബോധ മനസ്സിൽ കുഞ്ഞുങ്ങളും ശാലിനിയും മാത്രമാണുള്ളതെന്നുള്ള സത്യം അന്നത്തെ ആ നിമിഷത്തെ കുറച്ചുനേരം പനി ബാധിച്ച് കിടന്നപ്പോഴുണ്ടായ മരണത്തിൽ നിന്നുള്ള ആ തിരിച്ചുവരവിനിടയിൽ ശിവൻ മന്ത്രം പോലെ അവരുടെ പേരുകൾ ഉരുവിട്ടതോടി ചന്ദ്രയുടെയും പ്രകാശിന്റെയും മനസ്സിൽ ചില സംശയങ്ങൾ മുളപൊട്ടി. ശിവൻ രാവിലെ എഴുന്നേറ്റതും ചന്ദ്ര ചില കാര്യങ്ങൾ ശിവനോട് പറഞ്ഞു. അതെ ശിവേട്ട, ശിവേട്ടന്റെ ജീവിതത്തിൽ ഇനി വേണ്ടത് ഒരു അടുക്കും ചിട്ടയോടെ ശിവേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയ, അതിന് ശിവേട്ടനെ പറഞ്ഞ് ചെയ്യിക്കാൻ പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയാണ് വേണ്ടത് എന്ന് ശിവനോട് ചന്ദ്ര ആവശ്യപ്പെട്ടു. എല്ലാം കേട്ടതും ശിവനൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അതിന് പറ്റിയ ഒരാളെ ഉടനെ തന്നെ കണ്ടെത്തണമെന്ന് ശിവനോട് ചന്ദ്ര ആവശ്യപ്പെട്ടു. അതിനുശേഷം ചന്ദ്ര അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, അതെ, ആദ്യം അതിനൊക്കെ മുൻപ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ, അയാൾക്കുള്ള സമ്മാനമാണ് ആദ്യം എനിക്ക് കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് ശിവൻ അവിടെ പോലീസ് ക്വാർട്ടേഴ്സിന് അപ്പുറത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സോമശേഖരൻ അരികിലേക്ക് എത്തി. സോമശേഖരനെ പിടികൂടി
നിനക്ക് ഇനി ഈ രണ്ട് കാലിൽ നീ ഇനി എഴുന്നേറ്റ് നടക്കണ്ട എന്നും നീ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ പാപപരിഹാരം ഇന്നാണ് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞ് ശിവൻ ശരിക്കും സോമശേഖരനെ പഞ്ഞിക്കിടുന്നു. അതിനുശേഷം ജോലിക്കായി ശിവൻ നേരെ സത്യാമ്മയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ സത്യാമ്മ ശിവനോട് വല്ലാത്ത ദേഷ്യത്തോടെ പെരുമാറി. ശിവനോട് ഒരു കാര്യം തനിക്ക് ചോദിക്കാനുണ്ട് എന്നും ശിവനും ദുർഗയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വളരെ രൂക്ഷമായുള്ള സത്യാമ്മയുടെ ചോദ്യത്തിനു മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ ഉത്തരം മുട്ടെ തല കുനിച്ചു നിൽക്കുന്ന ശിവനെ രക്ഷിക്കുവാൻ അപ്പോഴേക്കും വീണ്ടും ഒരു ദൈവദൂതനെ പോലെ അവിടേക്ക് രാഘവൻ നായർ വന്നെത്തുന്നു.